എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജമ്മുവിലേക്ക് പോണ റൂട്ടിലാണ് കേട്ടോ. ജമ്മു ഇവിടുന്ന് ഏകദേശം കുറച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചു തരാം. പെട്രോൾ പമ്പിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ടെൻറ്റ് ഞാൻ ഇവിടെ അടിച്ചാൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്നൊഴിക്ക് കുറച്ച് 2-3 വണ്ടിക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ലോറിയുടെ 2 വണ്ടി ഉണ്ടായിരുന്നു. ഇത് സെയിം തന്നെ. അപ്പോൾ അവർ ജമ്മു കാശ്മീരുള്ളവരാണ്. അപ്പോൾ അവരുടെ വകയായിരുന്നു നല്ല ഫുഡ്. അപ്പോൾ അവർ നല്ല ചിക്കൻ കറിയും നല്ല അതെ ചോറ്, അവിടുത്തെ എന്തോ സ്പെഷ്യൽ ചോറും നമുക്ക് തന്നിട്ടാ. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടാകുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ വെളുപ്പിനെ പോയി. ഞാൻ എണീക്കണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഫുഡ് കഴിച്ച വീഡിയോ ഞാൻ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേന്ന്. പമ്പുകാർ ആദ്യം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും 1-2 പേര് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതിലൊരാൾ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. നമ്മളായിട്ട് ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടുന്ന് ഇറങ്ങണേന്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകണേ. അപ്പോൾ മറ്റേ പുള്ളി നമ്പർ എനിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വണ്ടിക്കാർ. അപ്പോൾ എന്നോട് പറഞ്ഞ് പോണവഴിക്ക് വിളിക്കണം. ഞാൻ എന്തായാലും പുള്ളി ലോഡ് എന്തോ എടുക്കാണ്ടി പോയിക്കണേന്. അപ്പോൾ പോണവഴിക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാ. ഭയങ്കര സന്തോഷമുണ്ടായി. ഇനി അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടുന്ന് ഇറങ്ങണേണ്ടാ. കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ഫില്ല് ചെയ്യാണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ ബാക്കി 3 അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം നമുക്ക്. ഒഴികെ മഴ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ റോഡൊക്കെ ഫുള്ള് നനഞ്ഞെടുപ്പുണ്ട് കേട്ടോ. ഇനി അങ്ങാടേക്ക് മഴയാണെന്നൊരു ഐഡിയ ഇല്ലല്ലോ. എന്തായാലും മുന്നോട്ട് പോകാം നമുക്ക്. കാരണം കാലാവസ്ഥ കുഴപ്പമില്ല, പക്ഷേ മഴ പെയ്ത് തന്നെ പണിയായിരിക്കും. വന്നൊഴിക്കുക നല്ല കിടില റോഡായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം ഇറക്കവും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഫീൽഡിലാണ് വന്ന. അപ്പോൾ ഇതാണ്ട് റോഡ് നല്ല തെളിഞ്ഞ, അതായത് നല്ല സ്ട്രെയിറ്റ് റോഡാണ്. പോണോയ്ക്ക് എവിടെന്നെങ്കിലൊക്കെ ചായ കുടിക്കണം കേട്ടോ. പോണോയ്ക്ക് ഒരു കട കാണുമ്പോ അപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് പോവാം. പിന്നെ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ മറ്റേ പത്താൻകോട്ട് എത്തുന്നതിന് ഒരു പമ്പിൽ നമ്മൾ സ്റ്റേ ചെയ്തതല്ല. അപ്പൊ അവര് വന്നതാണ്. അപ്പൊ എന്തായാലും ആ ബിസ്ക്കറ്റ് കഴിക്കണം. കുറച്ച് ദിവസമായി. അപ്പൊ വേറെ ഒന്നും ഫുഡൊന്നും കിട്ടില്ലെങ്കിൽ അത് കഴിക്കാം, അല്ലെങ്കിൽ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാറാന്ന് വിചാരിച്ചു. വഴിക്ക് ചെറിയൊരു കടയിൽ കയറിയിട്ടാ ഒരു ചായ കുടിക്കാനും പിന്നെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടാ. അപ്പോൾ നമ്മൾ ചായ വന്നിട്ടുണ്ട്. ചായ ഉണ്ട്, പിന്നെ ഒരു ക്രീം ബണ്ണുണ്ട്. അതായത് 10 രൂപ എന്തോ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പയ്യെ ഒരു ചായ കുടിച്ചിട്ട് ഇവിടെ ഇറങ്ങാം കേട്ടോ. ഉള്ളത് ഉധംപൂര് പോണ റൂട്ടിലാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ വന്ന വഴിക്ക് സ്ട്രെയിറ്റ് ഹൈവേ വഴി സ്ട്രെയിറ്റ് പോകണമെങ്കിൽ, അതായത് ജമ്മു ചെന്നിട്ട് പോകണമെങ്കിൽ ഏകദേശം 100 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 2 കാശ്മീരി വണ്ടികളുണ്ടാകുന്ന പറഞ്ഞു, ട്രക്ക്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ വേറൊരു വഴിയുണ്ട്. അതായത് സാമ്പാന്ന് നേരെ ഉധംപൂർക്ക് പോണൊരു വഴിയുണ്ട്. അതായത് സാമ്പ മാൻസർ വഴി ഉധംപൂർക്ക് പോണൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോകണമെങ്കിൽ ദൂരവും കുറവാണ്, പിന്നെ വലിയ കയറ്റവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. മറ്റേതിനെ അപേക്ഷിച്ച് വലിയ കയറ്റവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ വഴിയാണ് ഞാൻ പോയത്, പക്ഷേ ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വഴി പോകാൻ അവർ പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മളത് ജസ്റ്റ് ഇങ്ങനെ വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. കാരണം പിന്നെ അതേപോലെ വന്നവഴിക്ക് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വന്നവഴിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആ കയറ്റം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ കൂടുതലും. അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകണമെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു റൂട്ടാണ് പോകണ്ട, ലെഫ്റ്റ് എടുത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഉള്ളത് ഉധംപൂര് പോണ റൂട്ടിലാണ്. ഏകദേശം ഇനിയിപ്പോൾ ഒരു 50 കിലോമീറ്റർ അടുത്ത് എന്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ജമ്മു വഴി വന്നെയാണെങ്കിൽ ഏകദേശം 100 സംതിങ് കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അത് ഇതിനേക്കാളും കുറച്ചും കൂടെ കയറ്റം കൂടുതലാണ്. പിന്നെ ഈ റൂട്ടും അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വണ്ടിക്കാർ പറഞ്ഞത് ഈ റൂട്ട് വന്നാൽ മതി. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് മുമ്പ് ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ മറ്റേനെ അപേക്ഷിച്ച് ഇതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അറിയില്ല, പോയി നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ നല്ല വെയിലടിച്ചപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മളിങ്ങനെയാണ് പോണത്. വന്നവയ്ക്ക് കുറച്ച് റോഡ് കാര്യങ്ങൾ കുറച്ച് മോശവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കണക്കിനൊക്കെ നമ്മൾ സൈക്കിളൊക്കെ ഓടിച്ച് പോകുന്നു. പിന്നെന്താണ്, ഈ റൂട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അതും കൂടെ കൊണ്ടാണ് നമ്മളൊരു റൂട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നത് ഈ ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടി അത്യാവശ്യം വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ പോണ റൂട്ടാണ്. അപ്പോൾ ഈ ലോറിക്കാരൊക്കെ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന റൂട്ട് ഇതാണ്ട.
ഹൈവേ വഴി പോകുമെങ്കിലും അവർ ഇപ്പം എന്നോട് മറ്റേ പുള്ളി പറഞ്ഞത് ഈ റൂട്ട് പോണേക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് ഒരു കിടിലം കാഴ്ചയുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനൊരു കിടിലം കാഴ്ചയുണ്ട്, ഇവിടെ കൂടെ ഒരു ചെറിയൊരു റിവർ ഒഴുകണ്ട കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കൂടി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവാം. അവിടെ ഒരു ചെറിയൊരു മഡ് ഹൗസ് പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ ആൾക്കാർ പശുവിനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്ന് അങ്ങാട്. അടിപൊളി കണ്ട, നല്ല കാണാൻ നല്ല അടിപൊളി കാഴ്ചയുണ്ട്. ഞാനപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. എന്താ പശുവിനെയൊക്കെ കൊണ്ടുപോകണ്ട, നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ചെറിയ രീതിയിൽ തണുപ്പ് അടിക്കാണ്ട് ചെറിയ രീതിയിൽ, അപ്പോൾ കുഴപ്പമില്ല. എന്നാലും നല്ല വെയിലുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് പയ്യെ ഇറങ്ങാം. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല, ചവിട്ടാനൊക്കെ അടിപൊളിയാണ്. പിന്നെ പോണേക്ക് അത്യാവശ്യം കയറ്റം എന്നാണ് എല്ലാവരും പറഞ്ഞാൽ അറിയില്ല. എന്തായാലും കയറ്റം ഉണ്ടല്ലോ, ഇനി അങ്ങാടേക്ക് കയറി തന്നെ പോകണം. ഇവിടെ ചെറിയൊരു ഗ്രാമമുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂട്ടിൽ അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ കുറവാണ്. ഈ ഒരു റൂട്ടാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഇത് ഫുള്ള് കയറ്റമാണ്. ഇപ്പോൾ ആ ഒരു വണ്ടി വന്നിട്ടുണ്ട് അവിടെ നിന്ന്, ഒരു ലോറി വന്നത്. ഇപ്പോൾ ഒരു കാറും അങ്ങോട്ട് പോകണ്ട കേട്ടോ. ഒരു കയറ്റമാണ് നമുക്ക് അങ്ങ് കയറി പോകാനുള്ള. വന്ന വഴിയും കയറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നട്ടാ. ഞാനപ്പോൾ ഈ ഒരു വളവിൻ്റെ അവിടെ ചെറിയൊരു തണൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച്. ഭയങ്കര കയറ്റമുണ്ട് ഇനി അങ്ങാടേക്ക്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇറങ്ങാം ഇവിടെ നിന്ന് അങ്ങാട്. നമുക്ക് പോകാനുള്ള റൂട്ടേ ആ മേലിൽ നിന്ന് വണ്ടി ഇറങ്ങി തന്നെ വേണ്ട. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നോന്ന് തോന്നുന്നു. പണ്ടാരം കണ്ടിട്ട് തന്നെ പേടിയാണ്. എനിക്ക് തോന്നണേ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ റൂട്ടായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നണ്ട. അറിയില്ല, എന്തായാലും പോയി നോക്കാം. കാരണം ഇതിപ്പോൾ ഈ ആ ഒരു ഇത് കഴിഞ്ഞ് ഇറക്കുമെന്ന് തോന്നുന്നു. എന്താണ് അറിയില്ല. നമുക്ക് എന്തായാലും ചവിട്ടി കയറൽ നടക്കൂല, തള്ളി കൊണ്ട് കയറ്റാം. അപ്പോൾ ഇപ്പം മര്യാദക്ക് എനിക്ക് തോന്നുന്നത് ആ റൂട്ടും കയറ്റം തന്നെയാണ്. എന്നാലും കണ്ടിട്ട് വലിയ ഇത് തോന്നല്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം. പിന്നെ കാറ്റും ഉണ്ട്, അത് കാരണം കുറച്ചൊരു ആശ്വാസമുണ്ട്. ഇവിടെ ഒന്നും ആളുകൾ കുറവാണ്ട, അങ്ങനെ ആൾക്കാരൊന്നും ആരെയും കണ്ടൊന്നുമില്ല അങ്ങനെ അധികം. കണ്ടില്ലേ ആ ഒരു കയറ്റം ഇങ്ങനെ കയറിയാണ്ടോ മോന്നോ. ഇവിടെ നിന്ന് അങ്ങാട് പോയിട്ട് വേണം ഇനി അങ്ങാട് കയറാൻ. ഇപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. ഇതാണ്ട് നമ്മൾ കയറി വന്ന റൂട്ടാണ്ട് ഈ കാണണം. ഇങ്ങനെ കയറി കറങ്ങി ഇതേ വണ്ടിയൊക്കെ തന്നെയല്ലേ ഈ റൂട്ടാണ് കയറുന്നത്. വണ്ടിയൊക്കെ കയറിപ്പോണോ പോയിക്ക് കണ്ടൊരു കൊതിയാണ്. നമ്മളെ ഇപ്പം നിൽക്കുന്നത് വെയിലത്താണ്ട റെസ്റ്റ് എടുക്കണേ. ഇവിടെ തണലൊന്നുമില്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അപ്പോൾ പയ്യെ റെസ്റ്റ് എടുത്താണ് കയറണം. എന്തായാലും മേളിലേക്ക് കയറാണ്ട് പറ്റൂല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പയ്യെ ഒന്ന് കയറാം. ഈ വണ്ടി പോകണ നോക്കിക്കോട്ടോ. ഈ വണ്ടി കയറി പോണ റൂട്ട് നോക്കിക്കോ. ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. ഇവിടെ റെസ്റ്റ് എടുത്ത് ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകണം. എന്നിട്ട് ടയേർഡാകുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും പയ്യെ അങ്ങനെ കയറാട്ടാ. വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോഴത്തേ ഒരു വണ്ടിയൊക്കെ വന്നിട്ട് ഈ വണ്ടിയൊക്കെ കയറണം കണ്ടിട്ട് തന്നെ വല്ലാത്തൊരു ഇതാണ്. കാരണം നോക്കി കുറച്ച് പണിയായിട്ടാണ് കയറണം വണ്ടിയൊക്കെ. അതായത് നമുക്കും അതേപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് കുറേ കഷ്ടപ്പെടണം കയറാൻ വേണ്ടി. പയ്യെ മുന്നോട്ട് പോവാം. വന്ന വഴിക്ക് കുളിക്കുകയൊക്കെ ചെയ്തേട്ടാ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടാ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ്, കാരണം ഇതൊരു മലയിൽ നിന്ന് തന്നെ വെള്ളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുളിച്ചതിൻ്റെ മേളിൽ നോക്കി തന്നെ ട്രെയിൻ പോകണതാണ്. കുറച്ച് മുമ്പ് ട്രെയിൻ പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുളിച്ചേണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു വണ്ടിയിൽ ഞാൻ എൻ്റെ സൈക്കിളായിട്ട് ഞാൻ പറഞ്ഞാന്നില്ലേ, ഞാൻ എന്തായാലും അവിടെ നിന്ന് നേരെ ശ്രീനഗറിലേക്ക് വണ്ടിക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മളെന്തായാലും ആ റൂട്ട് സൈക്കിളോട്ട് കയറിയ റൂട്ടാണ്. പിന്നെ അതേപോലെ വന്ന വഴിക്ക് ഭയങ്കര കയറ്റം മറ്റേതുപോലെയല്ല, അതിനേക്കാൾ ഇരട്ടി കയറ്റേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. കാരണം ലോറി ഡ്രൈവേഴ്സ് ഈ വഴി പോണത് ഇത് ടോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഈ റൂട്ട് പോയാൽ മറ്റേത് പണിയാന്ന് പറഞ്ഞത്. അപ്പം മറ്റേതായിരുന്നു പിന്നെയുള്ള എളുപ്പം. കുറച്ച് ലോങ് കൂടുതലാണെങ്കിലും കയറ്റം വെച്ച് നോക്കുമ്പോൾ അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ എന്തായാലും ഞാൻ ഈ വണ്ടിക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോകണമെങ്കിൽ ഞാൻ പുള്ളിനെയൊക്കെ പരിചയപ്പെടുത്തരാട്ടാ. ആളുടെ വണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ അവിടെ മേളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾ തന്നെ കയറി സെറ്റ് ചെയ്ത് തന്നത്. വണ്ടി കഴുകിക്കൊണ്ടിരിക്കാനായിട്ട് എവിടെയെന്ന് ഞാൻ പുള്ളിയെ പരിചയപ്പെടുത്തരാം. ബ്രോ
हाय बॉस। हाय ब्रो। आपका नाम? मेरा नाम है आसिफ अहमद खान। कैसे हो आप? बढ़िया बढ़िया भाई। मैं ये इन्हें भाईडो पुल्लीडो पोंटा पोना बहुत हेल्प है आप। ओके 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 थैंक यू भाई। आप क्या बोलेगा मेरा सबसे दोस्तों? भाई ज़्यादा से ज़्यादा शेयर और कमेंट करो, भाई को सब्सक्राइब करो, लाइक करो, शेयर करो। താങ്ക് യു. ഓക്കെ ബോസ്. മനുഷ്യനാട്ടോ പുള്ളി. ഭയങ്കര ഞങ്ങൾ വന്നവഴിക്ക് കുറേ സംസാരിച്ചിട്ടൊക്കെ വന്ന പുള്ളിയുടെ നാടിനെ കുറിച്ച് നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ ഭയങ്കര സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പൊളിറ്റിക്സൊക്കെ വന്നിട്ട് കാരണം ഇവിടെ വന്നവഴിക്ക് ഭയങ്കര അഴിമതിയും കാര്യങ്ങളും നടത്തുന്നുണ്ട്. കാരണം വന്നവഴിക്ക് പോലീസുകാരൊക്കെ നല്ല രീതിയിൽ പൈസ മേടിച്ചിട്ടാണ് വരുന്നത്. കാരണം അത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ടാകും. അത് ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി. പക്ഷേ അപ്പോൾ ആൾ വന്നതിൻ്റെ ചെക്ക് ചെയ്യിച്ച് വീഡിയോ ഉണ്ടാകുന്നെങ്കിൽ അപ്പം തന്നെ പുള്ളി പണിയാക്കിയേനെ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഭയങ്കര ഇതൊക്കെ ഉണ്ടത് ഇതാണ് നേരിടുന്നവർ. അപ്പോൾ നമ്മളിത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി വണ്ടി ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. വണ്ടിയിലാണ് കേട്ടോ. വണ്ടി ഇപ്പോൾ എടുത്തത് നമ്മുടെ ബ്രോ